നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണെങ്കിൽ, അപ്പോൾ എടുത്തൊരു തീരുമാനമാണെങ്കിൽ നമുക്ക് വിൽ എന്ന് ചേർത്ത് ഉപയോഗിക്കാം. നേരെ മറിച്ച് നമ്മൾ ആ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇസ് ഗോയിങ് ടു അല്ലെങ്കിൽ ആം ഗോയിങ് ടു, ആർ ഗോയിങ് ടു എന്നൊക്കെ പറയാം. നേരെ മറിച്ച് നമുക്ക് ഈ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സ്, കുറച്ച് ഒരുക്കങ്ങൾ കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ഭാവിയിൽ നടക്കുന്ന, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വിൽ മാത്രം ഉപയോഗിച്ചാലും മതി. പക്ഷേ കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട്, നാച്ചുറലായിട്ട് തോന്നുക ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഈ കണ്ട 3 രീതികളിൽ കറക്റ്റായിട്ടുള്ളത് ഉപയോഗിക്കുമ്പോഴാണ്. കാരണം സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ മലയാളത്തിലും പറയാറുള്ളത്. ഇപ്പോൾ നാളെ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നമ്മളെപ്പോഴും നാളെ ഞാൻ ഡോക്ടറെ കാണും എന്ന് തന്നെ ആയിരിക്കണം എന്നില്ല പറയുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ നാളെ ഡോക്ടറെ കാണാൻ പോവുകയാണ് എന്നായിരിക്കും. വേറെ ചിലപ്പോൾ ഞാൻ നാളെ ഡോക്ടറെ കാണുകയാണ് എന്നും പറയാം. അപ്പോൾ മലയാളം നമ്മുടെ ഭാഷയായതുകൊണ്ട് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ആ ഒരു സാഹചര്യത്തിന് പറ്റുന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ സാധിക്കുമെങ്കിൽ ആ സാഹചര്യം അനുസരിച്ച് കറക്റ്റായിട്ടുള്ള രീതി ഉപയോഗിക്കുന്നത് നല്ലതാണ്.